ലൂയിസ് ഡി ലാ ഫ്യൂണ്ടെ എന്ന പരിശീലകന് കീഴിൽ മികച്ച ഫോമിലാണ് സ്പാനിഷ് പടയുള്ളത്. എക്കാലത്തും പ്രതിരോധവും ആക്രമണവും ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തിയാണ് സ്പാനിഷ് ആർമി കളത്തിലെത്താറുള്ളത്. ഇക്കുറിയും യുവത്വത്തിനും പരിചയസമ്പത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ടീമിനെയാണ് സ്പെയിൻ കളത്തിലിറക്കിയത്. 32-കാരനായ അൽവാരോ മൊറാട്ടയും 31-കാരൻ അയോസോ പെരസുമാണ് ടീമിലെ സീനിയേഴ്സ്. മറ്റുള്ളവരെല്ലാം 30-ലും അതിന് താഴെയുമൊക്കെ പ്രായമുള്ളവരാണ്. 17-കാരനായ ലാമിൻ യമാൽ, 21-കാരൻ സാമു, 25-കാരൻ ഫെറാൻ ടോറസ്, 27-കാരൻ ഡാനി ഓൾമോ എന്നിവരെല്ലാം കൂടിയാകുന്നതോടെ ചെമ്പട എത്തുന്നത് പതിവ് പോലെ കിരീടത്തിൽ കണ്ണുവച്ചാണ്. വല്യേട്ടന്മാരായ ഫാബിയൻ റൂയിസും മൈക്കൽ ഒബർസയാലും മൈക്കൽ മെറീനോയും നയിക്കുന്ന മധ്യനിരയിലേക്ക് ചെറുപ്പക്കാരനായ പെഡ്രിയും നിക്കോ വില്യംസും കൂടി എത്തുന്നതോടെ ടീമിന് മൂർച്ചയേറും. പൗ ഗുബാർസിയും മാർക്ക് കുക്കുറലയും റൗൾ അസൻസിയോയും ചേരുന്ന പ്രതിരോധ മതിലും അതിശക്തമാണ്. സ്പാനിഷ് ഗോൾ വലയ്ക്ക് കീഴെ ഉരുക്കുമുഷ്ടികളുമായി ഡേവിഡ് റായും അലക്സ് റെമീറോയും വല കാക്കാനുണ്ട്. 2024-ലെ യൂറോ ചാമ്പ്യന്മാർ മികച്ച ഫോമിലാണ്. നേഷൻസ് ലീഗിൽ കളിച്ച കഴിഞ്ഞ 8 മത്സരങ്ങളിലും തോൽവി അറിയാതെയാണ് ചെമ്പടയുടെ വരവ്. 5 ജയവും 3 സമനിലയുമാണ് സ്പെയിനിന്റെ സമ്പാദ്യം. 18 ഗോളുകൾ അടിച്ചുകൂട്ടിയപ്പോൾ 9 എണ്ണം മാത്രമാണ് വഴങ്ങിയത്. 3 ക്ലീൻ ഷീറ്റുകളും നേടാനായിട്ടുണ്ട്.